സ്ഥാനാർത്ഥി ജയിച്ചല്ലോ, അടിപൊളിയായില്ലേ? നല്ല സിനിമ, ഗംഭീരമായിട്ട് തോന്നുന്നുണ്ട്, അടിപൊളി, നന്നായിട്ട് ബ്യൂട്ടിഫുൾ ഗുഡ് മൂവി, മസ്റ്റ് വാച്ച് മൂവിയാണ്. കുട്ടികൾ പ്രത്യേകിച്ചും ഈ പടം കാണണം. മസ്റ്റായിട്ട് ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഫുൾ ഒരു ടാക്സ് തന്നെ ഇതിന് ഒഴിവാക്കി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഗവൺമെൻറ്റിനോട്. മസ്റ്റായിട്ട് എല്ലാ കുട്ടികളെയും, സ്കൂളിലെ എല്ലാ കുട്ടികളെയും ഈ പടം കാണിക്കണം എന്നതിൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. നല്ല പടമാണ്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഈ പടത്തിൽ, അതുകൊണ്ട് ഞാൻ വന്നതാണ്. താങ്ക് യു. നന്നായിട്ട് നല്ല പടമാണ്, വളരെ അടിപൊളിയായിട്ട് ഗംഭീരമാണ്, ആസ്വദിച്ച് കാണാൻ പറ്റാവുന്ന പടമാണ്. പിന്നെ മോൾ അഭിനയിച്ചിട്ടുണ്ട്, ആർദ്ര അഭിനയിച്ചിട്ടുണ്ട് അതിലൊരു റോള്. പറഞ്ഞോ, എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഫേസ് ഇത്രയും വലിയ സ്ക്രീനിൽ കാണാൻ പറ്റണത്. ആദ്യം തൊട്ട് അവസാനം വരെ അടിപൊളിയായിരുന്നു. എനിക്ക് കുറേ ഫ്രണ്ട്സിനൊക്കെ കാണാൻ പറ്റി. അവിടെ ഉണ്ടിട്ടാ, അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. എൻ്റെ ഫസ്റ്റ് മൂവിയാണിത്. കുറേ ഫ്രണ്ട്സിനെ കിട്ടി, എന്താ പറയുക, ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾക്കൊരു ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ആക്ട് ചെയ്യാനൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. അവർ അടിപൊളിയായിരുന്നു. താങ്ക് യു. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിള്ളേരെ, നല്ല സൂപ്പറാണ്. കുട്ടികളെ കണ്ടിരിക്കേണ്ട ഒരു, കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കണം, അങ്ങനത്തെ പടമാണ്. കമ്പൽസറി ആയിട്ടും സ്കൂളിലെ ഫാക്കൽറ്റി ഉൾപ്പെടെയുള്ള പിള്ളേരെല്ലാം വന്ന് കണ്ടിരിക്കേണ്ട പടമാണ്. ഫാക്കൽറ്റീസ് ഒക്കെ മസ്റ്റായിട്ടും കാണണം. ഭയങ്കര ഫീൽ ചെയ്ത പടം. നല്ല പടമാണ്, സൂപ്പർ. പിള്ളേരൊക്കെ നന്നായിട്ട് അഭിനയിച്ചു. സർപ്രൈസ് ഹിറ്റായിരിക്കും, ഗംഭീര പടം. കുട്ടികൾക്കുള്ളൊരു പടം കൂടിയാണത്. നല്ല മൂവിയാണ്, കാണണം. കൊച്ചുകാലത്തുള്ള എല്ലാം ഓർമ്മ പറഞ്ഞൊരു സിനിമയാണ്. എല്ലാരും ഇഷ്ടപ്പെട്ടോ? അത് മതി. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ജയിക്കും. പടം കണ്ട് എല്ലാരും വിജയിപ്പിക്കണം, അത്ര മാത്രം. ലീഡറാകണം. നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല പിള്ളേരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടാണ്, നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പോയി കാണണം. കുട്ടികൾക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന നല്ലൊരു മൂവിയാണ്. എല്ലാ കുട്ടികളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. പോയി കാണണം. വാച്ചബിളാണ്, എന്റർടൈനാണ്. വളരെ ഇഷ്ടപ്പെട്ട പടം. ഇഷ്ടപ്പെട്ടാ? നല്ല ഫാമിലി, നല്ല മൂവി. എല്ലാവരും ബാക്ക് ടു സ്കൂൾ പോയി വരും. ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. മാസ് പിള്ളേരാണ്, സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. എല്ലാവരും കാണുക, വിജയിപ്പിക്കുക. നമ്മുടെ കുഞ്ഞു സിനിമയാണ്. എല്ലാവരും എന്താ തിയേറ്ററിൽ തന്നെ കാണുക. കാരണം നിങ്ങളിപ്പോൾ തിയേറ്ററിൽ ഇനി കണ്ടാലും നമുക്ക് കൂടുതൽ തിയേറ്റേഴ്സ് കിട്ടത്തുള്ളൂ, കൂടുതൽ ആൾക്കാരിലോട്ട് എത്താൻ സാധിക്കത്തുള്ളൂ. നല്ലൊരു മെസ്സേജ് ഉള്ള സിനിമ, എല്ലാവരും കാണാം. പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണും. അടിപൊളി മൂവിയാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. കുറേ പേരുടെ ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടാണ്, എല്ലാവരും കാണുക. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സിനിമയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ സിനിമ. നമ്മൾ 2 വർഷത്തിന് മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ കുട്ടികളെല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. സാമത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പിന്നിലെ എഫേർട്സ് ഭയങ്കരമായിരുന്നു. ഞങ്ങളൊരു 15 ദിവസത്തോളം വർക്ക്ഷോപ്പ് ചെയ്ത് ട്രെയിൻ ചെയ്ത് പിന്നെ ഓരോ സീനും റിഹേഴ്സൽ ചെയ്തിട്ടാണ് ചെയ്തത്. കുട്ടികളിലെ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി വിത്ത് അച്ഛനമ്മയുടെ കൂടെ പോയി കാണേണ്ട ഒരു പടമാണ്. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, നല്ല ഹ്യൂമറുണ്ട്,
പിന്നെ നമ്മൾ പഴയ സർക്കാർ സ്കൂളിനെ കുറിച്ചൊക്കെ പുച്ഛം തോന്നുന്ന പലവർക്കും ആ സർക്കാർ സ്കൂളിൽ പഠിച്ച പല കുട്ടികളാണ് അന്ന് പല സ്ഥാനങ്ങളിലും വലിയ ഉയർച്ചയിൽ എത്തിയിട്ടുള്ളത്. അപ്പം സർക്കാർ സ്കൂളുകളിലാണ് ഈ പടം മൊത്തത്തിൽ കൊണ്ടുപോയിരിക്കുന്നത്. ആ സർക്കാർ സ്കൂളിൻ്റെ അവസ്ഥയും പക്ഷേ അവിടെ പഠിച്ച കുട്ടികളുടെ പല കഴിവുകളും നമ്മൾ കാണണം. അപ്പോൾ ആ ഒരു ഇതെല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്ടർ അതിന് നല്ല രീതിയിൽ എല്ലാ മേഖലയിലും ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു ഈ പടത്തിന്. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും നല്ലൊരു സിനിമയാണ്. നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഒരു കാഴ്ചപ്പാടുകൾ, അതായത് കുട്ടികൾ എങ്ങനെ വളരുന്നത്, ഗവൺമെൻറ് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ പഠിത്തത്തിന് തന്നെ ഒരു ചേഞ്ച്, ഇനി എങ്ങനെ വരണം, കുട്ടികളോട് എങ്ങനെ പെരുമാറണം അധ്യാപകർ. പണ്ടൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ആ സിറ്റുവേഷനൊക്കെ ശരിക്കും അതിൽ വന്നിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ നല്ലൊരു സിനിമയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരുപാട് സഹപ്രവർത്തകർ ഇതിലുണ്ട്. ആക്ടേഴ്സ് ആയാലും പ്രൊഡ്യൂസർമാർ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നല്ലൊരു സിനിമയാണ്, കുട്ടികൾ കണ്ട നല്ലൊരു സിനിമ. ആക്ച്വലി ഇതെൻ്റെ സെക്കൻഡ് മൂവിയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ബ്ലെസ്സിങ്സും വേണം. ഞങ്ങളുടെ എഫേർട്ട് ആണ്, ഞങ്ങളെ ഇത്രയും വർഷത്തെ കാത്തിരിപ്പാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ബ്ലെസ്സിങ്സും ഞങ്ങളുടെ കൂടെ വേണം. ഇവരൊക്കെയാണ് സ്റ്റാർസ്. ശരിക്കും പറഞ്ഞാൽ ഇവരൊന്നും കുറച്ച് നാളായി നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വലുതായിട്ട് മനസ്സിലാവുന്നില്ല. ടീച്ചർക്ക് സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ എന്തോ ഞാൻ ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും. എന്താ പറയുക, ഞങ്ങൾ അടിച്ചു പൊളിച്ചാണ് ഷൂട്ടൊക്കെ ചെയ്തത്. പിള്ളേരൊക്കെ വലുതായി, വളരെ ഇപ്പം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഭയങ്കര സന്തോഷമാണ് ശരിക്കും, ഭയങ്കര ഇമോഷണലാണ് ശരിക്കും. ഞങ്ങൾ ഭയങ്കര സന്തോഷം ശരിക്കും. എല്ലാവരും കാണിക്കാൻ മാക്സിമം നിങ്ങളാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ചെറിയ സിനിമ ആയതുകൊണ്ട് നമുക്കതിനുള്ള പരിമിതികളുണ്ട്. അപ്പോൾ അതെ അതാണ് അതിൻ്റെ വിജയം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് എന്താ പറയുക, ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഇപ്പോൾ ഓടുന്നുണ്ട്. അറിയില്ല ഇനി പുഷ്പ വരും. അപ്പോൾ ഞങ്ങളുടെ സിനിമ തഴയപ്പെടുമെന്നുള്ള പേടി ഞങ്ങൾക്ക് സത്യസന്ധമായിട്ടും ഉണ്ട്. പക്ഷേ ഇത് കാണേണ്ട സിനിമയാണെന്നുള്ള ഭയങ്കര വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മിസ് ചെയ്യരുത്. ഇപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾ ഭരതനാട്യം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത സമയത്ത് ഇതേപോലെ ഞാൻ പറഞ്ഞായിരുന്നു നല്ല സിനിമയാണ് കാണണം. പക്ഷേ OTT വന്നപ്പോൾ അത് ഒരുപാട് പേര് പറഞ്ഞു അയ്യോ ഇത് തിയേറ്ററിൽ മിക്സായി പോയി. അതുപോലെ തന്നെ ഇതും അങ്ങനത്തെ ഒരു സിനിമയാണ്. എന്താ പറയുക, ഈ പിള്ളേരുടെ തിയേറ്ററിൽ വന്ന് തന്നെ കാണണം, അത് മിസ് ചെയ്യരുത്. ശരിക്കും പിള്ളേർ കാണണം, അല്ലെങ്കിൽ ഫാമിലി വന്ന് കാണണം എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ തള്ളുന്നതല്ല. ബേസിക്കലി സ്റ്റുഡൻസും ആണെങ്കിലും അവരുടെ ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് വന്ന് കാണേണ്ട പരിപാടിയാണ്. എന്താ പറയുക, നൊസ്റ്റാൾജിയ അടിക്കുന്നവർക്ക് അടിക്കും എന്ന് പറഞ്ഞ് ഇത് ഒരു എന്താ പറയുക, പഴയ കാലഘട്ടത്തിലെ പിള്ളേരുടെ സിനിമയല്ല. ഇവരെ പോലെ ഇതുപോലെ വൈബുള്ള കുറേ പിള്ളേരുടെ സിനിമയാണ്. അപ്പോൾ പിള്ളേരായിട്ട് സ്കൂളുകളൊക്കെ ഒന്ന് മുൻകൈ എടുത്ത് കാണേണ്ട സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല രസമുണ്ട്, അടിപൊളി.